ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഴവിൽ ഫ്രണ്ട്ഷിപ്സ്. ഇന്ന് ഞാൻ വായിക്കുന്നത് കൗൺസിലിംഗ് സെഷനിൽ വന്നിട്ടുള്ള ഒരു മെയിലാണ്. അത് കണ്ണൻ എഴുതിയിട്ടുള്ള ഒരു മെയിലാണ്. ഹായ് മാഡം, ഞാൻ മാഡത്തിൻ്റെ ചാനൽ കാണാറുണ്ട്. വളരെ വലിയ കുടുംബ പ്രശ്നങ്ങളിൽ മാഡം നൽകുന്ന മറുപടി കേൾക്കുമ്പോൾ ഒരു നല്ല സുഹൃത്തിൽ നിന്ന് കേൾക്കുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഞാനും എൻ്റെ അനുഭവം മാഡത്തിനോട് പറയാൻ തയ്യാറാകുന്നത്. മാഡം ചാനലിൽ വായിക്കുന്ന അനുഭവ കഥകളിൽ നിന്ന് വ്യത്യസ്തമാണ് എൻ്റെ അനുഭവം. എൻ്റെ പേര് കണ്ണൻ. എനിക്ക് 35 വയസ്സുണ്ട്. പ്രതികരണശേഷി കുറവാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പുറമെ നിന്ന് നോക്കുമ്പോൾ നല്ല ജീവിതം, പക്ഷേ ഉള്ളറയിൽ വളരെ വികൃതമാണ്. ഞാനും ഭാര്യയും അമ്മയും ഒരു കുഞ്ഞുമാണ് വീട്ടിലുള്ളത്. മാഡം, എൻ്റെ കാര്യങ്ങൾ മുഴുവൻ കേട്ടിട്ട് മറുപടി പറയണം. ഞാൻ ഒറ്റ മകനാണ്. അച്ഛൻ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മ ഹൗസ് വൈഫ്. വളരെ സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എല്ലാ സ്വാതന്ത്ര്യവും എനിക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷേ ബന്ധുക്കളിൽ നിന്ന് ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. അച്ഛൻ്റെ ഒരു സുഹൃത്ത് മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നത്. ഗുരുക്കൾ എന്നൊക്കെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ വിളിക്കുന്നത്. കാരണം അദ്ദേഹം ആയോധന കലകൾ ഒക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്. എൻ്റെ ഗുരുവും കൂടിയാണ്. അച്ഛനും ഗുരുക്കളും ഒരേപോലെ പഠിച്ചവരാണ്. ഗുരുക്കൾ ഒരു അന്യമതസ്ഥനാണ്. എന്നാലും ഗുരുക്കൾ ഞങ്ങളുടെ വീട്ടിലെ ഒരംഗമായിരുന്നു. അങ്ങനെയിരിക്കെ എനിക്ക് 20 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. ഞാനും അമ്മയും മാത്രമായി. അപ്പോഴും ഗുരുക്കൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നിരുന്നു. പാതി വഴിയിൽ നിന്ന് പോയ എൻ്റെ വിദ്യാഭ്യാസം തുടരാൻ എല്ലാ സഹായവും നൽകി. സാമ്പത്തികമായിട്ടും ഞങ്ങളെ ഒത്തിരി സഹായിച്ചിരുന്നു. ഒരിക്കൽ ക്ലാസ്സിൽ നിന്ന് വന്നപ്പോൾ ഞാനത് കാണാനിടയായി. എൻ്റെ അമ്മയും ഗുരുക്കളും തമ്മിലുള്ള ബന്ധം ഞാനത് കണ്ടത് അവർ അറിഞ്ഞിരുന്നില്ല. രണ്ടാമത് ഞാനത് കണ്ടപ്പോൾ ഞാൻ അമ്മയെ വിലക്കി, ഇത് ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട്. അമ്മ പക്ഷേ എല്ലാം ഓപ്പണായി പറയുന്ന ഒരാളായതുകൊണ്ട് 41 വയസ്സുള്ള അമ്മയുടെ ഈ ആവശ്യം എങ്ങനെ നിറവേറും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അമ്മ എന്നോട് ചോദിച്ചത്. എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. ഞാനിത് ആലോചിച്ചപ്പോഴും അതാണ് സേഫ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം തുടർന്നു പോന്നു. ഫലത്തിൽ ഞങ്ങൾ 3 പേരും കൂട്ടുകാരെ പോലെയായി. എൻ്റെ മുന്നിൽ അവർക്ക് ഒരു ഒളിവും മറയും ഇല്ലാതായി. അവരുടെ ഇത്തരം സല്ലാപങ്ങളിൽ ഞാനും കാഴ്ചക്കാരനായി. ഇടയ്ക്ക് ഞങ്ങൾ ഉല്ലാസയാത്രകൾ വരെ പോയി. അവിടെ ഞങ്ങൾ ഒരു മുറിയിൽ ഉല്ലസിച്ച് രസിച്ചു. അവരുടെ സല്ലാപകേളികൾ കാണാൻ എനിക്കും ഇഷ്ടമായിരുന്നു. അത് കണ്ടാസ്വദിക്കാൻ എന്നെ അനുവദിക്കാൻ അവർക്കും ഇഷ്ടമായിരുന്നു. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഞാൻ ജോലിക്കാരനായി. ഞങ്ങളുടെ കൂടലുകൾക്ക് അകൽച്ചയും ഉണ്ടായി. ഞാനും എൻ്റെ അമ്മയും നല്ല സുഹൃത്തുക്കളായിട്ടാണ് വീട്ടിൽ കഴിഞ്ഞിരുന്നത്. 28-ാം വയസ്സിൽ ഞാനൊരു ജോലിയുള്ള പെണ്ണിനെ വിവാഹം ചെയ്തു. എന്നാലും എൻ്റെ അറിവോടുകൂടി അമ്മ ഗുരുക്കളുമായിട്ട് ഇടയ്ക്ക് കണ്ടുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ജോലി കഴിഞ്ഞ് വന്ന ഭാര്യ നേരത്തെ വന്നപ്പോൾ അമ്മയുടെ ഈ ഒരു ബന്ധം കണ്ടുപിടിച്ചു. വളരെ സംഭ്രമത്തോടു കൂടി അവൾ എന്നെ ഈ കാര്യം അറിയിച്ചു. എനിക്ക് ആ കാര്യത്തിൽ പുതുമയില്ലാത്തതിനാൽ മുഖഭാവത്തിൽ വ്യത്യാസമുണ്ടായില്ല. പിന്നീട് പല ദിവസങ്ങളിലും ഞങ്ങളുടെ ചർച്ച ഈ വിഷയത്തെപ്പറ്റി മാത്രമായി. അങ്ങനെ ഞങ്ങളെല്ലാം തമ്മിലുള്ള 3 പേരും തമ്മിലുള്ള പഴയ കഥകൾ ഭാര്യയോട് എനിക്ക് തുറന്നു പറയേണ്ടി വന്നു. ഒരു ചിരിയോടുകൂടി അവൾ അതെല്ലാം കേട്ടു. നാളുകൾക്ക് ശേഷം ഒരു രാത്രി ഞങ്ങളുടെ സ്വകാര്യ നിമിഷത്തിൽ അവൾ പറഞ്ഞു, അമ്മയുടെ ഇത്തരം കാര്യങ്ങൾ അവരറിയാതെ എൻ്റെ ഭാര്യ ഒളിച്ചു നിന്ന് കണ്ടുവെന്നും ചെറുപ്പക്കാരെക്കാൾ ത്രില്ലിലാണ് അവരുടെ ബന്ധം മുന്നോട്ട് പോകുന്നതെന്നും അവൾ പറഞ്ഞു. ഒരു സൗഹൃദപരമായിട്ടുള്ള ജീവിതമായതിനാൽ ഞാനത് ചിരിച്ചു തള്ളി. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ 3 പേരും, അതായത് ഞാനും ഭാര്യയും അമ്മയും വീട്ടിൽ തന്നെ ആയതിനാൽ ഞങ്ങളുടെ സൗഹൃദം നല്ല ആഴത്തിലായി. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. കഴിഞ്ഞ മാസം ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞിട്ട് തിരികെ എത്തുമ്പോൾ ഗുരുക്കൾ വീട്ടിലുണ്ട്. അവർ 3 പേരും തമാശകൾ പറഞ്ഞ് രസിക്കുന്നു. അന്ന് രാത്രി ഞങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള നിമിഷത്തിൽ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അന്നു പകൽ അവൾ ഗുരുക്കളുമായിട്ട് തൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അവരുടെ ആ ഒരു ചെയ്തികൾ പിന്നീട് ഞാൻ നേരിൽ കണ്ടു. അവൾ പറയുന്നത് അമ്മയ്ക്ക് ഞാൻ സമ്മതിച്ചു കൊടുത്തതുപോലെ തന്നെ ഇടയ്ക്ക് അവൾക്കും ഇതിനു വേണ്ടിയിട്ട് സമ്മതിച്ചു കൊടുക്കണമെന്നാണ്. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പ്രതികരണശേഷി ഇല്ലായ്മയാണോ ഇതിന് കാരണം? മാഡത്തിൻ്റെ അഭിപ്രായം ഒന്ന് പറയാമോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ലെറ്റർ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ണനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കുടുംബത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ
പറഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ച് ഉറച്ചിട്ടായിരിക്കണം ഒരു ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. ചിലപ്പോൾ ഇതേപോലെ തന്നെ കുത്തഴിഞ്ഞു എന്ന് മറ്റുള്ളവർ പറയുന്നു, അതായത് ആർക്കും ഒരു പ്രശ്നമില്ല, അമ്മയും വേറൊരു കാമുകനും ഉണ്ടായിരുന്നു, അത് അനുവദിച്ചു കൊടുത്തു, അതേപോലെ തന്നെ നിങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ട് ഇന്നലെ പറഞ്ഞതുപോലെ കുമ്മാളം അടിച്ചു, അതിനൊന്നും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലായിരുന്നു, നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി, നിങ്ങൾക്കതിനകത്ത് റിഗ്രറ്റും തോന്നിയില്ല. ഞാൻ ഒരിക്കലും പറയില്ല, കാര്യം 41 വയസ്സായിട്ടുള്ള അമ്മ വേറൊരാളോട് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു. കാര്യം അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ചോരയും നീരുമുള്ള ഒരു യുവതിയാണ്. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, എൻ്റെ കാര്യങ്ങളൊക്കെ ആര് നടത്തി തരുമെന്ന് ചോദിച്ചപ്പോൾ ശരിയാണ്, അമ്മ ഓപ്പണപ്പായിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ സമ്മതിച്ചു എന്നുള്ളത് വലിയൊരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് മുൻകൈ എടുത്തിട്ട് ഇയാളല്ലാതെ, ഇയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരാളാണ്, അയാളല്ലാതെ അമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു പുനർവിവാഹം നടത്തി കൊടുക്കാമായിരുന്നു എങ്കിൽ അമ്മയ്ക്ക് നിങ്ങൾക്കൊരു രണ്ടാനച്ഛൻ കാണുമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അതൊന്നും തോന്നിയില്ല, കാര്യം നിങ്ങളുടെ രണ്ടാനച്ഛനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആളാണ് ഗുരുക്കൾ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. കാര്യം എത്രയും സഹായിച്ച ആളല്ലേ, അമ്മയ്ക്കും ഇഷ്ടമാണ്, അതൊരു പ്രശ്നമേ അല്ലായിരുന്നു. അത് മിക്ക വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു ചിന്ന വീട് ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പലയിടത്തും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമുക്ക് കുറേ പേർക്ക് അറിയാം. അപ്പോൾ അതിൽ വലിയ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 41 വയസ്സായ ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് ഒരു പുതിയൊരു തുണ ഉണ്ടാകുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് റോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി പോയല്ലോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു ഭർത്താവായിരുന്നെങ്കിൽ, ഒരു പുനർവിവാഹമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരികയില്ലായിരുന്നു. ഇനി പോട്ടെ, ഈ ഗുരുക്കൾ എന്ന് പറഞ്ഞ മനുഷ്യന് നിങ്ങളുടെ അമ്മയുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ കാമുകൻ്റെ സ്ഥാനത്തോ ആരെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അവർ തമ്മിലുള്ള കിടപ്പറ ബന്ധത്തിലേക്ക് നിങ്ങളെന്തിനാണ് പോകുന്നത്? അമ്മ നല്ല കൂട്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു, എനിക്ക് 41 വയസ്സായിട്ടുള്ളൂ, എനിക്കൊരു ആൺതുട വേണമെന്ന് പറഞ്ഞു. ഗുരുക്കൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഈ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും കൂടി ഉള്ള കിടപ്പറയിലേക്ക് നിങ്ങൾ പോകുമായിരുന്നു? ഇല്ലല്ലോ. അച്ഛനും അമ്മയും കിടക്കുന്ന കിടപ്പറയിലേക്ക് പ്രായപൂർത്തിയായ മക്കൾ പോകേണ്ട കാര്യമില്ല, അവർക്ക് അവരുടെ കാര്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ രണ്ടാം ഭർത്താവിൻ്റെ സ്ഥാനത്തേക്ക് നിങ്ങൾ സമ്മതിച്ചു വന്ന ആ ഒരു 2 പേരുടെ ചെയ്തികൾക്ക് ഇടയിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യം എന്താണ്? ഒരു കാര്യമില്ല. ഏതൊരാളാണെങ്കിലും 20 വയസ്സുള്ള ഒരാളെന്ത് ചെയ്യും? മാറി നിൽക്കും. അവരുടെ കിടപ്പറയിൽ അവരും, നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങളുമായിരിക്കും. അപ്പോൾ അവർ 2 പേരും ഉള്ള ആ ബന്ധത്തിലേക്ക് നിങ്ങളെ പിടിച്ചിട്ടത് ആരാണെന്ന് നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇനി ചിലപ്പം നിങ്ങളുടെ ആവേശം മൂത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരത് കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് ഒരു കൗതുകം തോന്നിക്കാണും. അങ്ങനെ 3 പേരും കൂടി സുഹൃത്തുക്കളെ പോലെ ആയിട്ട് മുന്നോട്ട് പോയതായിരിക്കും. എന്തായാലും അവിടെ തുടങ്ങി പ്രശ്നങ്ങളുടെ ഒരു തുടക്കം. അപ്പോൾ അത് നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിരുന്നു, ഒരു പ്രശ്നവുമില്ല. പിന്നെ കല്യാണം കഴിച്ചിട്ട് ഭാര്യ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭാര്യയോട് അത് ഭയങ്കര ഒരു കാര്യമായിട്ട് പറഞ്ഞു. അത് പറയുമ്പോഴത്തേക്കിന് അന്ന് അങ്ങനെ സംഭവിച്ചു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോട് ഞാൻ അമ്മയുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു, അമ്മയ്ക്കൊരു തുണ വേണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെ സഹായിക്കുന്ന ഒരാളായിരുന്നു ഗുരുക്കൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മയ്ക്കൊരു പാർട്ണറായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അതിനുള്ളിൽ ഞാൻ എങ്ങനെയോ ചെന്ന് വീണുപോയി. അത് തെറ്റായിരുന്നു, അങ്ങനെയല്ലായിരുന്നു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ അതിനെ ഞാൻ നിസ്സാരമായിട്ട് കാണുന്നു. അവരായി അവരുടെ പാടായി, നമ്മളായി നമ്മുടെ ജീവിതമായി എന്ന് ഭാര്യയോട് ഉപദേശിച്ചായിരുന്നെങ്കിൽ ഭാര്യയ്ക്ക് ഒരിക്കലും അത് ഒളിഞ്ഞു നോക്കാനോ കാണാനോ അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയിട്ട് ആ ഒരു മനുഷ്യൻ്റെ കൂടെ ഇവർക്കും പോകാനുള്ള ഒരു ത്വരയോ ഉണ്ടാകുകയില്ലായിരുന്നു. നിങ്ങൾ അതിന് പകരം ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കിയത് എന്താണ്? ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു, അവിടെ എന്താ പറയുക, സമ്മേളനമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്, നല്ല രസകരമായിരുന്നു, അതൊരു കാര്യമേ അല്ല, നിസ്സാരവൽക്കരിച്ചിട്ടാണ് പറഞ്ഞത്. അതായത് നിങ്ങളുടെ പഴയ ബന്ധം വളരെ ആസ്വാദകരമായിരുന്നു, ഒരു കുഴപ്പവുമില്ലായിരുന്നു, നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോയി, എനിക്കതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഭാര്യയോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഭാര്യയ്ക്ക് എന്താണ് തോന്നിയത്? ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമാണ്, എൻ്റെ ഭർത്താവ് ഇത് അംഗീകരിക്കും, അതുകൊണ്ട് തന്നെ എനിക്കും ഈ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ദാമ്പത്യ ബന്ധത്തിൽ വേണമെങ്കിൽ അഴിച്ചുവിടാം, 2 പേർക്കും ഇഷ്ടം പോലെ എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞിട്ട് കയറി വന്നിട്ട് ഭാര്യയും ഭർത്താവുമായിട്ട് ഭാവിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ 2 പേരും പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു പോസസീവ്നെസ് വരും. ആർക്കും ആരെയും വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല, വേറൊരാൾ ജീവിതത്തിലേക്ക് വരാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ ഒരു ഭൂരിപക്ഷം വിവാഹ ബന്ധങ്ങളിലും അങ്ങനെ ഒരു പോസസീവ്നെസ് ഉണ്ട്. അത് സദാചാരത്തിൻ്റെ ഭാഗമായിട്ടും വരാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളവരെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും വരാം. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ് മിക്കവാറും സ്ഥലങ്ങളിൽ വിവാഹബന്ധം മുറുക്കെ പിടിക്കുന്നത്. ഇനി വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, ഭാര്യയും ഭർത്താവുമാണ്, പക്ഷേ ഭാര്യ
രാവിലെ ഇറങ്ങിയിട്ട് തെക്കോട്ട് പോകും, ഭർത്താവ് ഇറങ്ങിയിട്ട് വടക്കോട്ടും പോകും. രണ്ടുപേർക്കും യാതൊരു ബന്ധവുമില്ല. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി വന്നിട്ട് കൂടാരത്തിൽ കയറിയിട്ട് അവർ അവിടെ ഭാര്യയും ഭർത്താവാണെന്ന് പറഞ്ഞ് കഴിയും. എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ സ്നേഹമില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആരുടെ കൂടെ വേണേലും പോക്കാം. അവരവരുടെ ഇഷ്ടങ്ങൾ നമുക്ക് സാധിച്ചുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഉള്ളവരുമുണ്ട്. അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്കിപ്പോൾ പുറമേ നിന്ന് കേൾക്കുമ്പോഴത്തേക്കിനും തെറ്റാണെന്ന് തോന്നുമെങ്കിലും അവർക്ക് രണ്ടുപേർക്കും അത് കുഴപ്പമില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് രണ്ടുപേരും ചർച്ച ചെയ്തിട്ട് നിനക്ക് ഇന്നതൊക്കെ ആകാം, എനിക്ക് ഇന്നതൊക്കെ ആകാം എന്ന് പറഞ്ഞിട്ട് ലിമിറ്റേഷൻസ് ഉള്ള ബന്ധങ്ങളുണ്ട്, ലിമിറ്റേഷൻസ് ഇല്ലാത്ത ബന്ധങ്ങളുണ്ട്. ഏത് തരത്തിലുള്ള ബന്ധമാണ് വേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഭാര്യയോട് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള പൊസസീവ്നെസ് ഉണ്ട്, ഭാര്യ ഇതേപോലെ കൂത്താടി നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഭാര്യയോട് പറയുക, എനിക്ക് നിന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ യാതൊരു താല്പര്യവുമില്ല. എൻ്റെ ചെറിയ പ്രായത്തിൽ, എനിക്ക് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ പറ്റിയൊരു പറ്റാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ഈ ബന്ധങ്ങളൊക്കെ ആസ്വദിച്ചത്. ഇപ്പോൾ ഗുരുക്കൾ എന്നുള്ളത് അമ്മയുടെ പാർട്ട്ണറായിട്ടോ നമ്മുടെ രണ്ടാനച്ഛനായിട്ടുള്ള രീതിയിലോ നമുക്ക് പരിഗണിക്കാം. അവർ പാർട്ട്നേഴ്സ് ആയത് നമുക്കിനിയും ചിലപ്പോൾ വിലക്കാൻ പറ്റുകയില്ല. അവരവരുടെ കാര്യം നോക്കി പോകട്ടെ. നീ ഇതിൽ അമിതമായിട്ടുള്ള താല്പര്യം കാണിക്കരുത്. എൻ്റെ കയ്യിൽ നിന്ന് ഇതേപോലൊരു കാര്യമുണ്ടായി, അല്ലെങ്കിൽ എൻ്റെ അമ്മയും ഈ ഗുരുക്കളും ഒക്കെ പറഞ്ഞിട്ട് ഞാനതിൽ പെട്ടു. പിന്നീട് ഞാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ ബന്ധം അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതല്ലാതെ ഞാൻ അവരുടെ ഇടയിലേക്ക് പോയിട്ടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ കുടുംബം, നമുക്കുണ്ടാകുന്ന കുട്ടികളൊക്കെ നന്നായിട്ട് വളരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സ്വഭാവം അടുത്ത തലമുറയിലേക്ക് പകർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ എനിക്ക് ഇവരെ പോലെ കൂട്ടമണിയടിച്ച് നടക്കണമെന്നോ അവരുടെ ബന്ധത്തിൽ ഇനി വലിഞ്ഞു കയറണമെന്നോ ആഗ്രഹമില്ല. മറ്റു പെണ്ണുങ്ങളെ ആരെങ്കിലും പ്രേമിക്കണമെന്നോ സ്നേഹിക്കണമെന്നോ അവരുടെ കൂടെ പോകണമെന്നോ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് നിന്നെയാണ് ഇഷ്ടം. നമ്മൾ രണ്ടുപേരും കൂടെ മാത്രം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഇത്തരം പരീക്ഷണങ്ങൾ പരീക്ഷിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നീ എൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുക. അവർ അവരുടെ കാര്യം നോക്കി പൊക്കോട്ടെ. നമുക്ക് നമ്മുടെ ജീവിതം നോക്കിയിട്ട് നമ്മുടെ കുട്ടിയെ വളർത്തി മുന്നോട്ട് പോകാം. അടുത്ത തലമുറയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം എന്ന് പറയുക. അതായത് നിങ്ങൾക്ക് പ്രതികരണശേഷി അവിടെ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ ഭാര്യയോട് ഇത് വലിയ കാര്യമായിട്ട് പറഞ്ഞു, ഇതവിടെ നടന്നിട്ടുള്ള ആ ഒരു പൂരത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ് ഭാര്യയെ കൊതിപ്പിച്ചു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അത് കേട്ട ഭാര്യയ്ക്ക് എന്താണ് മനസ്സിലായത്? എൻ്റെ ഭർത്താവ് എല്ലാ കാര്യത്തിനും സമ്മതമാണ്. അങ്ങേർക്ക് എന്ത് കാര്യങ്ങളും, ഇതേപോലെ ഞാനൊരു 100 പേരെ സ്വീകരിച്ചെന്ന് പറഞ്ഞാലും അങ്ങേർക്കൊരു കുഴപ്പമില്ല. അങ്ങയുടെ അമ്മയെ സമ്മതിച്ച ആളാണ്. അതേപോലെ തന്നെ അമ്മയെ അനുവദിച്ചിട്ട് അവരുടെ കൂടെ തന്നെ നടന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. എനിക്ക് ഈ കാര്യത്തിൽ ഫ്രീഡം കിട്ടി. ഭർത്താവിനെ മാത്രം എനിക്ക് പ്രേമിക്കേണ്ടതോ അല്ലെന്നുണ്ടെങ്കിൽ അട്രാക്റ്റ് ചെയ്യേണ്ടതോ ബാധ്യതയൊന്നുമില്ല. എനിക്ക് എവിടെ വേണമെങ്കിലും ഉല്ലസിക്കാം. എൻ്റെ ഭർത്താവ് സമ്മതിക്കും. അത് രസമായിട്ട് ആസ്വദിക്കുന്ന ആളാണ് ഭർത്താവ് എന്നുള്ളതാണ് നിങ്ങളുടെ പഴയ കഥയിലെ വിവരണങ്ങൾ മൂലം അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങൾ തിരുത്തിയെടുക്കുക. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയെടുത്തിട്ട് ഭാര്യയെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിലേക്ക് കൊണ്ടുവരിക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ മാറി താമസിക്കുന്ന കാര്യം ആലോചിക്കാം. അല്ലെങ്കിൽ അമ്മയോട് പറയുക, ഇതേപോലുള്ള കാര്യങ്ങളിലേക്ക് എൻ്റെ ഭാര്യയെ വലിച്ചഴക്കരുത്. കുടുംബമെന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കൊച്ചു കുട്ടി അവിടെയുണ്ട്. അതിനെ നല്ല രീതിയിൽ വളർത്തണം. നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഇതേപോലെയുള്ള റെപ്പറ്റീഷൻസ് ഉണ്ടാകേണ്ട കാര്യമില്ല. അമ്മ അയാളെ വരുമ്പോഴത്തേക്കിന് എൻ്റെ ഭാര്യയെ അവിടെ അടുപ്പിക്കാതെ പോവുക. നമ്മൾ സൗഹൃദപരമായിട്ട് പോകുമ്പോഴും നമ്മുടെ കുടുംബം നിലനിൽക്കാനും മറ്റുള്ളവരെ അറിഞ്ഞിട്ട് നാണക്കേട് ഉണ്ടാകാതിരിക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി നിങ്ങളങ്ങ് ഒതുങ്ങുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. പഴയതുപോലെ എല്ലാവരും കൂടി വിളിച്ചിട്ട് ഇത് ചളമാക്കരുത്. അമ്മയെങ്കിലും ഇതേപോലെ മരുമകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവളെ അതിൽ നിന്ന് തടയണമായിരുന്നു. അമ്മയ്ക്കും കുറച്ച് വകതിരിവോടുകൂടി ചിന്തിക്കാമായിരുന്നു എന്ന് അമ്മയോട് പറയാം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വീട്ടിൽ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറയണം. ചിലപ്പോൾ ഈ പ്രതികരണശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് വഴക്കുണ്ടാക്കണമെന്നല്ല പറഞ്ഞത്. നമുക്ക് നല്ല വാചകങ്ങളിൽ പറയാമല്ലോ. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ ജീവിതമല്ല ഉദ്ദേശിക്കുന്നത്, എൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്, എൻ്റെ കുടുംബത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് എന്താണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് അവളോട് തുറന്ന് പറയുക. തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവളെ അതിനകത്തൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഈ പറഞ്ഞതുപോലെ കന്നിനെ കയം കാണിക്കല്ലേ എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ഏത് പുരുഷൻ്റെ കൂടെ പോകാൻ ഭർത്താവിന് സമ്മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അത് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുമോ? അപ്പോൾ അവർക്ക് കിട്ടിയ, നിങ്ങളുടെ കഥകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ അതായതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നു. അത് മാറ്റിയെടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അത് ഭാര്യയോട് സ്നേഹത്തോടു കൂടി പറഞ്ഞിട്ട് മാറ്റിയെടുത്തിട്ട് ആ ഒരു കുരുക്കളെയും അതേപോലെ അമ്മയെയും അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവരുടെ ആ ഒരു ചെയ്തികൾക്കിടയിലേക്ക് നിങ്ങൾ കടന്നു കയറാതിരിക്കുക. ഇനി അമ്മയ്ക്ക് കുറേ പ്രായമൊക്കെ ആണെങ്കിൽ അമ്മയോട് പറയാം, റിട്ടയർ ആകരുതോ അമ്മ, ഇനിയെങ്കിലും നിങ്ങൾക്ക് വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കലോ, നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കലോ.
ചോദിക്കല്ലോ, ഗുരുക്കളുടെ വീട്ടിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ഇരിക്കരുതോ എന്ന് ചോദിക്കുക. അമ്മയോട് റിട്ടയർ ആകാൻ പറയുക ഈ ബന്ധത്തിൽ നിന്ന്. അപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്, ആരുടെ കൂടെ പോയെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് ഈസി ആയിട്ട് എടുക്കാം, ആർക്കും ഒരു കുഴപ്പവുമില്ല, നാട്ടുകാർക്കും കുഴപ്പമില്ല, ഒന്നുമില്ല. നാണക്കേട് വന്നു കഴിഞ്ഞാൽ അതിനെന്താണ്, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, നാട്ടുകാരറിഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുവാണെങ്കിൽ അങ്ങനെ പോകാം. അതൊരു ഓപ്ഷൻ. ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മയോട് നിർത്താൻ പറയാം. ഗുരുക്കളുടെ പാട്ടിനെ വിട്ടിട്ട് നിങ്ങൾ 3 പേരും കൂടെ അമ്മയും മരുമകളും മകനും കൊച്ചുമകനും ഒക്കെ ആയിട്ട് അവിടെ നല്ലൊരു കുടുംബമായിട്ട് കഴിയുക. ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മയും അയാളും തമ്മിലുള്ള ബന്ധം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അംഗീകരിച്ചിട്ട് അവർക്ക് അച്ഛനും അമ്മയും എന്നുള്ള സ്ഥാനം കൊടുത്തിട്ട് അവരുടെ കിടപ്പറയിലേക്ക് നിങ്ങൾ എത്തി നോക്കാതിരിക്കുക. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര അത്ഭുതകരമായിട്ട് വീക്ഷിക്കാതിരിക്കുക. പഴയ ഇത്തരം കുത്സിത പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നും എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ മാത്രം ജീവിക്കുന്നതാണ് എനിക്കിഷ്ടമെന്നും ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്നേഹത്തോടു കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലാതെ വേണമെങ്കിലും പറയാം. അപ്പോൾ പ്രതികരണശേഷി കുറവാണെന്നുണ്ടെങ്കിൽ സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, മനസ്സിലുള്ളത് തുറന്നു പറയാം ഭാര്യയോട്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ ഭാര്യയോട് തുറന്നു പറയുക. അല്ലാതെ ഭാര്യയോട് പറഞ്ഞ കഥകളിൽ നിങ്ങളെല്ലാം സമ്മതിക്കുന്ന ഒരാളായിട്ട് ആണ് അവർക്ക് തോന്നിയത്. അത് തോന്നാതെ ഞാൻ എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, പണ്ട് അങ്ങനെയായിരുന്നു, അതിൽ നിന്ന് മാറിയിട്ട് എനിക്ക് നല്ല ജീവിതം നയിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം ഭാര്യയോട് പറഞ്ഞു മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഭാര്യയ്ക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലുള്ള വകതിരിവ് വേണമെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതിനുള്ള നടപടികളിലേക്ക് കടക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നു, അതിൽ വരുന്ന പോസിറ്റീവും നെഗറ്റീവും അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അതിലേക്ക് ഇറങ്ങാവൂ. അല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മോങ്ങരുത്. ആ മോങ്ങുന്ന സ്വഭാവം നല്ലതല്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ തോന്നുന്ന പോലെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പം വരുമ്പോഴത്തേനും അയ്യോ എനിക്ക് അങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇറങ്ങുമ്പോഴേ അറിയത്തില്ലേ നമുക്ക് ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. അത് വന്നു കഴിയുമ്പോഴത്തേക്കിന് അതിനെ ഓവർകം ചെയ്യാനും അല്ലെങ്കിൽ അത് ഓർത്തിട്ട് ശരി ഞാനിങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് അങ്ങനെ വന്നത്, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്ത് കാര്യത്തെയും നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് കൊണ്ടാണല്ലോ നമുക്കിത് വന്നത്, അത് അതിൻ്റേതായിട്ടുള്ളൊരു വിധിയായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് നിസ്സാരമായിട്ട് കണ്ട് മുന്നോട്ട് പോകാം. അല്ലെന്നുണ്ടെങ്കിൽ അതിനെ എതിരിടാം, സഹിക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ടൊരു ബോധ്യം വേണം. തെറ്റ് ചെയ്യുകയാണെങ്കിലും ശരി ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ മറ്റുള്ളവർക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ ശരിയായിരിക്കും, മറിച്ചുമാകാം. എന്ത് തന്നെയായിരുന്നെങ്കിലും നമ്മളുടെ ശരികളാണ് നമ്മൾ ചെയ്തതെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. വരുന്നത് പോലെ നേരിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചിട്ട് ഏതെങ്കിലും സമയത്ത് അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് വന്നു കഴിഞ്ഞിട്ട് മോങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ എന്തെല്ലാം ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് നമ്മൾ തന്നെ ഒരു തീരുമാനമെടുത്തിട്ട് മുന്നോട്ട് പോവുക. അതിനീ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള പ്രതികരണശേഷിയുടെ ആവശ്യമില്ല. പറയാനുള്ളത് ശാന്തമായിട്ട് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകും. സ്നേഹം കൊണ്ട് വേണമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അത് വലിയ ഇക്കിളിയാണെന്നുള്ള രീതിയിൽ കഥകൾ മറ്റുള്ളവരോട് പറയുമ്പോഴത്തേക്കിന് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അവർക്ക് കിട്ടുന്നത് തെറ്റായിട്ടുള്ളൊരു ഐഡിയയാണ്, അല്ലാതെ അവർക്കൊരിക്കലും നല്ല രീതിയിൽ പോകാനല്ല തോന്നുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വായിക്കേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഴവിൽ friendships@gmail.com നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.